ഇപ്പോൾ മീഡിയകളെല്ലാം ഈ മോദി തരംഗത്തിൻ്റെ കൂടെയാണ് നിലകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു വാണിജ്യപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയും അതിൻ്റെ റിസൾട്ടിനെ വരെയും ആ ഒരു വ്യവസായികമായി ഒരു വാണിജ്യപരമായിട്ട് ഒരു വിൽപ്പന ചരക്കാക്കി ഈ റിസൾട്ടിനെ മാറ്റാൻ ഈ മോഡി ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ പായുന്ന ഈ മാധ്യമ സിൻഡിക്കേറ്റാണ് ഈ വിലയിരുത്തലെല്ലാം നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ യാഥാർത്ഥ്യം ജൂൺ 4-ാം തീയതി പുലരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവസാനഘട്ട തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി എന്ന നരാധമൻ ചെയ്ത ഒരു രാഷ്ട്രീയ കോമാളിത്തരം, ഒരു രാഷ്ട്രീയ കോമാളി എത്രത്തോളം താഴാൻ പറ്റുമോ ആ രീതിയിലേക്ക് നരേന്ദ്രമോദി താഴ്ന്നുകൊണ്ടാണ് ഈ നമ്മുടെ വിവേകാനന്ദ പാറയിൽ ഇന്ത്യ സർക്കാരിൻ്റെ മുഴുവൻ പണവും സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആരാധന നടത്തിക്കൊണ്ട് ഒരു കോമാളിത്തരം കാട്ടിക്കൂട്ടിയത്. തീർച്ചയായും അതൊന്നും കാണിച്ചാലൊന്നും യു പിയിലോ അതേപോലെ ബംഗാളിലോ അവസാനഘട്ട തെരഞ്ഞെടുപ്പിടുന്ന സംസ്ഥാനങ്ങളിലോ ഒരു പ്രതിഫലനവും അതുമായി ബന്ധപ്പെട്ട് നടത്താൻ സാധിക്കില്ല. തീർച്ചയായും നമുക്ക് പറയാൻ അതിൽ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ വലിയൊരു മനുഷ്യൻ, അദ്ദേഹം ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലൂടെയും കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പാവപ്പെട്ട അശരണരായിട്ടുള്ള അതേപോലെ തന്നെ തൊഴിലാളികളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള മുഴുവൻ കർഷകരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും തീർച്ചയായും ജനങ്ങൾ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ സമീപിച്ചത്. അതേപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹത്തെ തുറങ്കിലടിച്ചുകൊണ്ട് ഈ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുമെന്ന് കണ്ടുകൊണ്ട് ആ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ തുറങ്കലിലടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ആ തെരഞ്ഞെടുപ്പിൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഭാഗത്തിന് കിട്ടുന്ന വോട്ടുകളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നരേന്ദ്രമോദി നടത്തി അദ്ദേഹത്തെ തുറങ്കലിലടിച്ചു. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനവും ഗുജറാത്തും അതേപോലെ തന്നെ പഞ്ചാബും ഹരിയാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാക്കുന്ന സ്വാധീനം അത് ചെറുതൊന്നല്ല. ഈ നരേന്ദ്രമോദിയുടെ ഒരു മൂഢമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് അതിൻ്റെ ഒരു ശക്തി ലഭിക്കും. തീർച്ചയായും ആ ശക്തി ലഭിച്ചിട്ടുണ്ട്. വരുന്ന ഈ ജൂൺ 4-ാം തീയതി വോട്ട് എണ്ണിക്കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും മോദി എഫക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് മോദി തന്നെയാണ് ഒരു തരംഗമാക്കി മാറ്റിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ BJP സർക്കാർ മാറ്റിയെങ്കിൽ തീർച്ചയായും ജനങ്ങൾ അതിനെതിരായിട്ടുള്ള ഒരു വികാരം ഈ നാട്ടിലുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ, അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ജൂൺ 4-ാം തീയതി കാണാൻ സാധിക്കും. മോദിക്ക് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും കാണാൻ സാധിച്ചത്. ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ മേഖലകളിലും തീർച്ചയായും ആ ജനങ്ങളുടെ വികാരം നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും കാണാൻ സാധിച്ചു. അതുകൊണ്ട് തീർച്ചയായും നല്ല രീതിയിലുള്ള ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിലയിരുത്തലായി നമുക്കതിനെ കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ജനങ്ങളുടെ ഒരു മോദിക്ക് എതിരായിട്ടുള്ള നരേന്ദ്രമോദി എന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തൽ തീർച്ചയായും ഒരു പ്രതിഷേധത്തിൻ്റെ വിലയിരുത്തലായി ശക്തമായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അതിനുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾ. തീർച്ചയായും ആ സുതാര്യമായിട്ടുള്ള ഒരു വോട്ടെണ്ണെല്ലാം കൂടി പൂർത്തീകരിച്ചാൽ നമുക്ക് ഒരു ഇന്ത്യ മുന്നണി എന്ന മുന്നണി നമ്മുടെ ഇന്ത്യയെ ശക്തമായ നല്ല രീതിയിലുള്ള ഒരു കൈകളിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ജൂൺ 4-ാം തീയതി തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്.